എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതൊരു മുൻപ് സീരിയൽ റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ അലീന ഓഫൺ ആണെന്ന കാര്യം അറിയുമ്പോൾ ആ അച്ഛന് ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ട് അവളുടെ അടുത്ത്. അതിനുശേഷം ഒരു കുഞ്ഞു ബൈബിൾ എടുത്ത് അലീനയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പറയുവാണ്, ഇത് എന്റെ വക നിനക്കൊരു സമ്മാനമാണ്. അലീനയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അലീന ആ ബൈബിള് ചേർത്ത് പിടിച്ചിട്ട് ഫാദറിനോട് താങ്ക്സ് പറയുന്നുണ്ട്. ശേഷം ആ ഫാദർ അലീനയുടെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. സമയത്ത് രോഹിത്തും അടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നേ. ആ സമയത്ത് അലീന പറയുവാണ്, ഫാദർ ഇവനും കൂടെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫാദർ അവനെ അനുഗ്രഹിക്കുന്നുണ്ട്. ശേഷം അച്ഛൻ രോഹിത്തിനെയും തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ശേഷം ഫാദറിനോട് യാത്ര പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ വൈജയന്തി വീട് വിട്ട് ഇറങ്ങാൻ പോകുന്നതിന്റെ എല്ലാ ഒരുക്കങ്ങളും ആക്കിക്കൊണ്ടിരിക്കുവാണ്. ഡ്രസ്സെല്ലാം ബാഗുകളിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയം തന്നെ വൈജയന്തി ഒരു ടാക്സി വിളിച്ചിട്ടുണ്ടായിരുന്നു. ടാക്സിക്കാരൻ വിളിച്ച് ചോദിക്കുവാണ്, ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്, ഇനി ഇത് കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്കാണ് വരേണ്ടതെന്ന്. അതേ സമയം തന്നെ വൈജയന്തി വീട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഡ്രൈവറിനോട്. ശേഷം വീണ്ടും ഡ്രസ്സ് ബാഗിലാക്കിക്കൊണ്ടിരിക്കുവാണ്. അതിനുശേഷം വൈജയന്തി ചുമരിലൊരു ഫോട്ടോ ഇരിപ്പുണ്ട്. വൈജയന്തിയും ബാലചന്ദ്രനുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയാണ്. അതിനുശേഷം ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ടേ നിൽക്കുവാണ്. ആ ഫോട്ടോ എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് വൈജയന്തി. വേണ്ട, എടുക്കണ്ട എന്ന ആ ഒരു മനോഭാവത്തില് വീണ്ടും ഡ്രസ്സെല്ലാം അടുക്കി വെച്ചുകൊണ്ടിരിക്കുവാണ് വൈജയന്തി. അതുപോലെ തന്നെ കോളേജിൽ നിന്നും ഇറങ്ങിയ രോഹിത്തും അലീനയും കടന്നു വരുന്നതിനിടയ്ക്ക് രോഹിത്ത് ചോദിക്കുന്നുണ്ട്, ഇനി എവിടെയെങ്കിലും കയറാനുണ്ടോ ചേച്ചിയെന്ന്. നേരം അലീന പറയുവാണ്, നമുക്ക് ബേക്കറിയിൽ കയറണമെന്ന്, കേക്ക് മേടിക്കണം, നമ്മൾ ഇന്നൊരു നല്ല കാര്യം ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുക അല്ലേ, ഇതിന്റെ ഒരു സന്തോഷത്തിനാണ് എന്ന് പറയുമ്പോഴത്തേക്ക്, എന്റെ ബിസിനസ് ഓർഡർ സസ്പെൻഷനിലാക്കി അതിനാണോ, ഇത് ആഘോഷിക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അലീന പറയുവാണ്, എടാ നമ്മളൊരു തെറ്റായ തീരുമാനത്തെ തിരുത്തുകയല്ലേ ചെയ്തത്, ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നീ കയറി വാടാ എന്ന് പറയുന്നുണ്ട് അലീന. പിന്നെ അവർ രണ്ടുപേരും ബേക്കറിയിലോട്ട് കയറി ചെല്ലുവാണ്. പിന്നെ അലീനയും രോഹിത്തും കൂടെ ഒരു കേക്കൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവര് ജ്യൂസും സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ബേക്കറിയിൽ നിന്ന് ഇറങ്ങുവാണേ. ഇതേ സമയം തന്നെ വീട്ടിലേക്ക് ടാക്സിക്കാരൻ എത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് ഹോൺ ബെല്ലൊക്കെ അടിക്കുന്നുണ്ട് ടാക്സിക്കാരൻ. അതിൽ വന്ന് തുറക്കുന്നത് അന്നേരം വേറെ ആരുമല്ല, വൈജയന്തിയാണ്. എന്നിട്ട് വൈജയന്തി പറയുവാണ്, അതെ നമുക്കേ ഇപ്പൊ തന്നെ ഇറങ്ങാം, എനിക്ക് കാലിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ബാഗ് ഒന്ന് എടുത്ത് വെക്കാൻ സഹായിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് വൈജയന്തി. സഹായിക്കാന്ന് ടാക്സിക്കാരൻ പറയുന്നുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. ആള് വരെ കയറി വരുമ്പോഴത്തേക്ക് വൈജയന്തി പറയുവാണ്, ഇവിടെ നിന്നാൽ മതി, ഞാൻ ബാഗ് എടുത്തിട്ട് വരാതെ പറയുന്നുണ്ട്. ഈ സമയം ബബിത അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ബബിത വന്നിട്ട്, നിങ്ങൾ ആരാ, ആരോട് ചോദിച്ചിട്ട് അകത്തേക്ക് കയറി, അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആ ടാക്സി ഡ്രൈവർ പറയുന്നുണ്ട്, എന്നെ വിളിച്ചിട്ടാ വന്നതെന്ന്, ഞാൻ ടാക്സിക്കാരനാണെന്ന് പറയുന്നുണ്ട്. നേരം ബബിത ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വൈജയന്തി പറയുവാണ്, ഞാൻ പറഞ്ഞിട്ടാ കയറിയത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. എന്താ മമ്മി കാണിക്കുന്നേ, ഇതിലൊരു ബാഗുണ്ട്, ആ ബാഗ് എടുത്ത് ടാക്സിക്കാരന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും വൈജയന്തി റൂമിലേക്ക് പോകുന്നു. ആ സമയത്ത് ബൈബിത ചോദിക്കുവാണ്, അമ്മ എന്തായി കാണിക്കുന്നത്, ഒട്ടും മനസ്സിലാകുന്നില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വൈജയന്തി പറയുവാണ്, നിനക്ക് മനസ്സിലാകത്തില്ല, ആ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു, അത് നിനക്ക് കാണാൻ പറ്റുന്നില്ലേ, ആ മനസ്സിലായി, അമ്മ ഈ ടാക്സിയിൽ കയറി എങ്ങോട്ടാ പോകുന്നേ എന്നാ ചോദിച്ചത് എന്ന് ബബിത പറയുവാണേ. അതിനുശേഷം രണ്ടാമത്തെ ബാഗും പോയി എടുത്തിട്ട് വന്ന് ടാക്സിക്കാരന്റെ കയ്യിൽ കൊടുക്കുവാണേ. നേരം ആ ബാഗുമായിട്ട് പോകുന്നുണ്ട്. നേരം ബബിത ചോദിക്കുവാണ്, അമ്മ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ശരിയാകത്തില്ല കേട്ടോ, വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് സമാധാനമായിട്ട് വരുമ്പോഴത്തേക്ക് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ബബിത ചോദിക്കുവാണേ. ഞാൻ ഇവിടെ ഒരു പുറമ്പോക്ക, എന്റെ ആവശ്യം ഈ വീട്ടിലില്ല എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. നിനക്കൊന്നും അമ്മ വേണമെന്നില്ലല്ലോ, നിനക്ക് ഒരു കുറവുമില്ലല്ലോ, അപ്പോ പിന്നെ അത് ഇപ്പോ എന്റെ ആവശ്യമില്ലല്ലോ. അന്നേരം ബബിത ചോദിക്കുവാണ്, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ, അതെന്താ അമ്മയ്ക്ക് തോന്നാത്തത്, എല്ലാ കാര്യങ്ങളും അലീന ചേച്ചി കണ്ടു അറിഞ്ഞു ചെയ്യുന്നത് കൊണ്ടല്ല, അമ്മ ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ തന്നെ അലീന ചേച്ചി ആ കാര്യങ്ങളിലെല്ലാം ഇടപെടുമായിരുന്നു. നേരം വൈജയന്തി പറയുവാണ്, അതേടി, അവളാണ് എല്ലാം നോക്കുന്നത്, സമ്മതിച്ചു, നീയും അവള് തന്നെയാ അങ്ങോട്ടും കാര്യങ്ങളൊക്കെ നോക്കിക്കോട്ടെ, അവൾ എന്റെ മക്കളെ എല്ലാവരെയും നല്ല രീതിയിൽ നോക്കും എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ ആ സമാധാനത്തോടെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്, അങ്ങനെ തന്നെ നിങ്ങളൊക്കെ വിചാരിച്ചോ എന്ന് തന്നെയാണ് വൈജയന്തി പറയുന്നത്. നേരം ബബിത പറയുന്നുണ്ട്, അമ്മേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അമ്മ ഇവിടെ ഇല്ല, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ അലീനേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മ മറന്നു പോകരുത് എന്ന് ബബിത പറയുന്നുണ്ട്. നേരം ദേഷ്യം വന്നിട്ട് പറയുവാണ്, ചേർത്ത് പിടിച്ചല്ലോ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ, എങ്കിലേ അതിന് മുൻപ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതും കൂടെ ഓർത്താൻ നല്ലതായിരുന്നു. അവൾ ഈ വീട്ടില് കാലെടുത്ത് വെച്ചതിന് ശേഷമാണ് ഈ വീടിന്റെ ഐശ്വര്യവും സമാധാനവും നഷ്ടപ്പെട്ടത്.
അതിനുശേഷം ഈ വീട്ടിൽ സന്തോഷം എന്ന കാര്യം ഇങ്ങനെയുള്ള സാധനം ഉണ്ടായിട്ടില്ല. അവളാണ് ഈ കുടുംബം തകർത്തത്, അതുകൂടെ നീ ഓർത്താൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ഇറങ്ങി പോകുന്നുണ്ട്. ബബിത പിന്നെ പുറകിലൂടെ പോകുന്നുണ്ട് വൈജയന്തിയുടെ. അമ്മേ ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് എന്ന് പറഞ്ഞും കൊണ്ട് വൈജയന്തിയുടെ പുറകെ പോകുന്നുണ്ട്. ഇത്രയും ദിവസം ഒരു പട്ടിയെ പോലെയാണ് ഈ വീട്ടിനുള്ളിൽ ഞാൻ കഴിഞ്ഞത്. അപ്പോൾ നിനക്ക് പറയാൻ പറ്റിയില്ലായിരുന്നോ? നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം ബബിത പറയുവാണ്, അമ്മേ ഉത്തരവാദിത്തപ്പെട്ട ആരും വീട്ടിലില്ലാത്ത സമയം അമ്മ ഇതെന്താ കാണിക്കുന്നതെന്ന് ബബിത പറയുക. ബബിത ചോദിക്കുന്നുണ്ട്, അച്ഛനില്ല, രോഹിയേട്ടനില്ല, കൃഷ്ണമോളില്ല, അവരാരുമില്ല, അവരോടൊക്കെ അമ്മയ്ക്ക് പറയണ്ടേ എന്ന് ചോദിക്കും. എന്റെ അച്ഛനോട് ചോദിക്കേണ്ട ആവശ്യമില്ല, അങ്ങേർ എന്നെ പരിഗണിച്ചിട്ടില്ല, ഞാനും അങ്ങനെ തന്നെയാ. പിന്നെ രോഹിയുടെ കാര്യം, അവനോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, അവൻ ആദ്യം നന്നാകട്ടെ എന്ന് വൈജയന്തി പറയുന്നത്. ഇനിയും പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ബബിത പോയി തടയുന്നുണ്ട്. സമയത്ത് വൈജയന്തി പറയുവാണ്, മാറി നിൽക്കി ബബിതേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, വെറുതെ സീൻ ഉണ്ടാക്കാൻ നിൽക്കണ്ട. സമയത്ത് വൈജയന്തിയോട് ബബിത പറയണം, വേണ്ട അമ്മ ഇപ്പൊ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വിളിച്ചിട്ട് തടയുന്നുണ്ട് ബബിത. വൈജയന്തി ആണെങ്കിൽ അതൊന്നും കണ്ടില്ല എന്ന മട്ടിലാണ് നിൽക്കുന്നത്. അമ്മേ ഇത്രയും നാൾ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു, അതെല്ലാം ആറി തണുത്തു, ഇപ്പൊ ഒരു മനസമാധാനത്തോടെ വരുന്ന സമയമായിരുന്നു. സമയത്ത് അമ്മ ഇറങ്ങി പോകരുത്. സമയം വൈജയന്തി പറയുവാണ്, അന്നും ഇന്നും വൈജയന്തിക്ക് ഒരേ ഒരു നിലപാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ വേലക്കാരിയായിട്ട് കയറി വന്നവൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ മാത്രമേ ഞാൻ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരുവുള്ളൂ എന്ന് വൈജയന്തി പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ബബിത തടയുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി പറയുവാണ്, മാറി നിക്കടി, ഇവിടെ നീ ഒരു സീൻ ഉണ്ടാക്കരുത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബബിതയെ പിടിച്ച് തള്ളിയിട്ടാണ് വൈജയന്തി കാറിലേക്ക് കയറുന്നത്. വൈജയന്തി വണ്ടിയിൽ കയറി ഇരിക്കുമ്പോഴത്തേക്കും ബബിത പോകല്ലേ എന്ന് പറഞ്ഞ് കൈ കാണിക്കുന്നുണ്ട്. വൈജയന്തി അതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുവാണേ. വൈജയന്തിയുടെ നിലപാടിന് ഒരു മാറ്റവുമില്ല, കല്ല് പോലെ വൈജയന്തി കാറിൽ കയറി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് വണ്ടി എടുക്കാൻ ഡ്രൈവറിനോട് പറയുന്നുണ്ട്. ഡ്രൈവർ വണ്ടി എടുക്കുന്ന സമയത്ത് ബബിത സങ്കടത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുവാണ് ബബിത. വൈജയന്തി നേരെ പോകുന്നത് കൊല്ലപ്പള്ളിയിലേക്കാണ്. ഈ സമയം തന്നെ മനു പുറത്തേക്ക് പോകാൻ ഇറങ്ങുന്നുണ്ട്. വണ്ടി വന്ന് നിൽക്കുമ്പോഴത്തേക്ക് വൈജയന്തി അതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് മണിശങ്കർ ചോദിക്കുവാണ്, ഇതെന്താ പെട്ടെന്നൊരു വരക്കാം, മുന്നറിയിപ്പില്ലാതെ വരുന്നു? സമയത്ത് ഡ്രൈവർ ഇറങ്ങി ചെന്ന് ഡിക്കിയിൽ നിന്ന് 2 ബാഗ് എടുത്തിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഏകദേശം മനുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. മനുവാണ് ആ ബാഗ് എടുത്ത് വീടിന്റെ മുറ്റത്തുനിന്ന് വീടിനകത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് മനു പറയുവാണ്, ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്, ഞാൻ പോയി കണ്ടിട്ട് വരാം ആന്റി എന്ന് പറയുന്നുണ്ട് വൈജയന്തിയോട്. ഇവിടെ തന്നെ കാണില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സമയത്ത് വൈജയന്തി പറയുവാണ്, ആ ഞാൻ ഇവിടെ തന്നെയുണ്ട്, നീ പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. പിന്നെ മനു വണ്ടിയിൽ കയറി പോയി കഴിയുമ്പോഴത്തേക്ക് മനു സംസാരിക്കുന്ന ശബ്ദം കേട്ടിട്ട് കമലയാണെങ്കിൽ വീടിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അവൻ ഇപ്പൊ പോകുന്നതേ ഉള്ളൂ ചോദിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് വൈജ വന്ന് നിൽക്കുവാണ്. നോക്കുമ്പോൾ വൈജയന്തിയുടെ ബാഗ് അവിടെ ഇരിപ്പുണ്ട്. കമല ചോദിക്കുകയാണ്, നീ അപ്പോ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. സമയത്ത് വൈജയന്തി പറയുവാണ്, ആ ഇറങ്ങിയെന്ന്. വലിയ ബാഗ് കമല അങ്ങ് എടുക്കും. എന്നിട്ട് പറയുവാണ്, വാ പോ, കയറി വാ, എന്നിട്ട് വന്നിരുന്ന് സംസാരിക്കാന്ന് കമല വൈജിയോട് പറയുന്നുണ്ട്. അകത്ത് വന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്ന് കമല കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിച്ചും കൊണ്ടാണ് സംസാരിക്കാൻ ഇരിക്കുന്നത്. അന്നേരം കമല ചോദിക്കുവാണ്, നീ എന്തിനാ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? വേറെ നിവർത്തിയില്ലായിരുന്നു അതൊക്കെ കമല ചോദിക്കുമ്പോൾ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തതാണ്, ഒരു പട്ടിയെ പോലെ കിടക്കുമായിരുന്നു, ആർക്കും ഞാൻ അവിടെ വേണം എന്ന് ഒരാഗ്രഹവും ഇല്ല, പിന്നെ എന്തിനാ ഞാൻ അവിടെ കിടക്കുന്നത്, എന്നെ വേണ്ടാത്തിടത്ത് ഞാനും വേണം, ശ്രേയെ ഞാനും കരുതിയോട്ട് പറഞ്ഞിട്ട് എന്നത്തെയും പോലെ കുറെ കുറ്റങ്ങൾ ബാലചന്ദ്രന്റെ പറയുന്നുണ്ട്. തോന്നിവാസത്തിനൊക്കെ കൂട്ടു നിൽക്കേണ്ട കാര്യം എനിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്, അത് ശരിയാ എന്ന് കമല പറയും. അതിനുശേഷം ഇത് കേട്ടോണ്ട് ശിവൻ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ശിവേട്ടൻ പറയുവാണ്, കമലെ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ, ഒന്നും ചെയ്യാതിരിക്കാൻ നിനക്ക് എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കും കമലയോട്. ആ സമയത്ത് കമല പറയുവാണ്, ഞാൻ ഉള്ള കാര്യം അങ്ങോട്ട് പറയും, അത്രേ ഉള്ളൂ, എന്റെ തലയിൽ കയറിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് കമല പറയുന്നുണ്ട്. നേരം വൈജയന്തി പറയുവാണ്, ഞാൻ എന്തിനാ അവിടെ കിടക്കുന്നത്, അതിന്റെ കാര്യമൊന്നുമില്ല, ഞാൻ അവിടെ പോയി നിന്നിട്ട് ഇത്രയും ദിവസമായി, ആർക്കും എന്നോട് ഒരു മൈൻഡുമില്ല, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ആ പിഴച്ചവൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം, അവളെ ഇറക്കി വിടാതെ ഞാനിനി ആ വീട്ടിലേക്കില്ല, ആ വീട്ടിലേക്ക് പോകില്ല എന്ന് തന്നെ വൈജയന്തി ഉറപ്പിച്ച് പറയുന്നുണ്ട്. അന്നേരം കമലയാണെങ്കിൽ വൈജയന്തിക്ക് സപ്പോർട്ടായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. സമയത്ത് കമലയെ ശിവൻ ചീത്ത പറയുന്നുണ്ട്. എന്നു വെച്ചാൽ വൈജയന്തിക്ക് എല്ലാത്തിനും കൂട്ടി നിൽക്കുന്നത് ഈ കമലയാണല്ലോ. സമയത്ത് കമല പറയുവാണ്, എന്നെങ്കിലും അവൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതാണ് എനിക്ക് താല്പര്യമെന്ന് കമല പറയുവാണ്.
അതിനുവേണ്ടി ഞാൻ ഏത് രീതിയിലും വേണമെങ്കിൽ സംസാരിക്കുന്നത് തന്നെയാണ് പറയുന്നത്. ആ സമയത്ത് വൈജയന്തി പറയുവാണ്, അവൾ അവിടെ നിന്ന് പോയാൽ മാത്രമേ ഞാൻ ഇനി തിരിച്ച് അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശിവൻ പറയുവാണ്, ഇന്നും നീ നിന്റെ സമാധാനം, നിന്റെ സൗകര്യം, നിന്റെ ഇഷ്ടം ഇതൊക്കെ നീ നോക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ കാര്യം എന്തേലും നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിന്റെ ഇഷ്ടങ്ങൾക്ക്, നിന്റെ ആഗ്രഹങ്ങൾക്കും അപ്പുറം, നിന്റെ ആഗ്രഹങ്ങൾക്ക് ശേഷം അതിനപ്പുറം മാത്രമേ, അതിനുശേഷം മാത്രമേ നീ നിന്റെ വീട്ടുകാർക്ക് പോലും സ്ഥാനം കൊടുത്തിട്ടുള്ളൂ വൈജി എന്ന് തന്നെയാണ് ശിവൻ പറയുന്നത്. ആ സമയത്ത് വൈജു പറയുവാണ്, അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെയൊക്കെ കാര്യങ്ങളല്ലേ നോക്കിയിട്ടുള്ളൂ, അവനവന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എല്ലാവർക്കും മറ്റുള്ളവരുടെ കാര്യമുള്ളൂ എന്ന് തന്നെയാണ് വൈജയന്തി പറയുന്നത്. എന്നിട്ട് വൈജ പറയുവാണ്, ബാലചന്ദ്രൻ ഈ കാണിക്കുന്നതിനെല്ലാം പിടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നും എനിക്ക് ഇല്ല. ഏവളുടെയോ അടുത്ത് പോയി പിഴച്ച് പ്രസവിച്ചിട്ട് ആ കുഞ്ഞുമായി എന്റെ അടുത്ത് വന്നിട്ട് എന്റെ മുന്നിൽ നിർത്തിയാൽ അവളെ സഹിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നൊക്കെ വൈജയന്തി പറയുമ്പോഴത്തേക്ക് ശിവൻ ചോദിക്കുന്നുണ്ട്, നീ ആരോടാ ഈ വാശി കാണിക്കുന്നത്? എന്നോടോ അതോ ബാലചന്ദ്രനോടോ അല്ലെങ്കിൽ നിന്റെ മക്കളോടോ? നീ പല കാര്യങ്ങളും മറന്നു പോകുന്നു വൈജയ്. അത് മറന്നു സംസാരിച്ചാൽ നിനക്ക് തന്നെയാ പ്രശ്നമെന്ന് ശിവേട്ടൻ വൈജയന്തിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ ഒരു തരത്തിലും വിട്ടുകൊടുക്കുന്നില്ല, ശിവേട്ടനും തർക്കിച്ചു തന്നെ നിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് കമല സപ്പോർട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, ആ സമയം കമലയും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം ശിവേട്ടൻ പറയുവാണ്, നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കുത്തിത്തിരികി സ്വന്തം മകൻ അതാ ജയിലിൽ കിടക്കുന്നു, എന്നിട്ട് നിനക്ക് നിർത്താറായില്ലേടി എന്ന് തന്നെയാണ് കമലയോട് ശിവേട്ടൻ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. നേരം വൈജയന്തി ചോദിക്കുവാണ്, കമലയേട്ടത്തിയോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? കമലയേട്ടത്തി പറഞ്ഞതിന് എന്താ തെറ്റ്? സമയത്ത് കമല പറയുവാണ്, സ്വന്തം മകനെ കൊണ്ട് അലീന കൊച്ചമ്മയെ കെട്ടിപ്പിക്കാനാണ് ഇരിക്കുന്നത്, അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. സമയത്ത് വൈജി ചോദിക്കുവാണ്, ഇത് എന്താ ഏട്ടത്തി പറയുന്നത്? ഇതൊക്കെ സത്യമാണോ? അല്ല പിന്നെ, ഒരുത്തി കെട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഒരുത്തം നടക്കുന്നു, ബാക്കിയുള്ളവർ സപ്പോർട്ടും ചെയ്ത് നടക്കും. നേരെ ശിവൻ ചോദിക്കുന്നുണ്ട്, എന്റെ ഉദ്ദേശം എന്താണ്? സമയത്ത് വൈജ പറയുവാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇതും ഇല്ല, ഇങ്ങോട്ടേക്ക് വന്നെന്നും പറഞ്ഞ് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല. നേരെ ശിവൻ പറയുവാണ്, നീ ഇവിടെ നിന്നെന്ന് എഴുതി ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല, നിന്റെയും കൂടെ വീടാന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ജയന്ത് പറയുവാണ്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് വാടക വീട് ശരിയാവും, അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് മാറും. അന്നേരം ശിവൻ പറയുവാണ്, വൈജയന്തി നീ ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കരുത്, നീ നിന്റെ വീട്ടിലോട്ട് പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് വൈജയന്തിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, ആ പിഴച്ച് പ്രസവിച്ചവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല തന്നെ തറപ്പിച്ച് വൈജയന്തി പറയുന്നുണ്ട്. സമയത്ത് വൈജയന്തിയോട് പറയുവാണ്, നീ എന്തെങ്കിലും ചെയ്തു കൂട്ട്, എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ശിവൻ പോകുന്നത്. കഴിയുമ്പോഴത്തേക്ക് വൈജയന്തി വീണ്ടും കമലയോട് ചോദിക്കുന്നുണ്ട്, കമലയേട്ടത്തി ഈ പറഞ്ഞതൊക്കെ നേരാണോ? അനു അവളെ കെട്ടാനിരിക്കുന്നു? സമയത്ത് കമല പറയുവാണ്, അതെ, ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കല്ലേട്ടത്തി. ആ സമയത്ത് കമല പറയണേ, എനിക്ക് ജീവനുള്ളപ്പോൾ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല വൈജയന്തി, എങ്കിലും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് തന്നെ കടുപ്പിച്ച് പറയുന്നുണ്ട് കമല. കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും എന്ന് തന്നെ കമല ഉറപ്പിച്ച് പറയുന്നത്. കമല അടുക്കളയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി ആലോചിച്ച് അവിടെ നിൽക്കുവാണ് വൈജയന്തി. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.